ഹായ് ഹലോ എല്ലാവർക്കും ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഷെൽ സ്റ്റിച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഷെൽ സ്റ്റിച്ച് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ടൈപ്പാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കി. ഇനി ഈ സ്ലിപ്പ് നോട്ടിൽ 37 ബേസ് ചെയിൻ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഷെൽ സ്റ്റിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എടുത്താൽ മതി. അതിനോട് 3 ആഡ് ചെയ്താൽ മതി. 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എടുത്തിട്ട് 3 ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ 37 ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചെയിൻസ് ഇവിടെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ 37 ചെയിൻസ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതിൽ ഓരോന്നിലും എന്തൊക്കെയാണ് ഷെൽ സ്റ്റിച്ച് ഉണ്ടാക്കാൻ ചെയ്യേണ്ടതെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ 3 ചെയിന് വിട്ടിട്ട് 4ാമത്തെ ചെയിനിൽ 3 ഡബിൾ ക്രോഷയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, രണ്ട്, 3. ഓക്കെ, 3 ഡബിൾ ക്രോഷേ ഉണ്ടാക്കിയെടുത്തു. ഇനി ചെയ്യേണ്ടത് നെക്സ്റ്റ് 2 ചെയിനുള്ളത് വിട്ടിട്ട് 3ാമത്തെ ചെയിനിൽ ജസ്റ്റ് ഒരു സിംഗിൾ ക്രോഷേ ഉണ്ടാക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റത്തെ 2 ചെയിൻ വിട്ടിട്ട് 3ാമത്തെ ചെയിനിൽ 5 ഡബിൾ ക്രോഷയാണ് ഉണ്ടാക്കേണ്ടത്. ഒന്ന്, രണ്ട്, മൂന്ന്, 4, 5. ഓക്കെ, ഇനി ഇതേ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെയും 2 ചെയിൻ വിട്ടിട്ട് 3ാമത്തെ ചെയിനിൽ ജസ്റ്റ് ഒരു സിംഗിൾ ക്രോഷേ കൊടുക്കണം. ഓക്കെ, 2 വിട്ടിട്ട് 3ാമത്തേതിൽ പിന്നെയും 5 ഡബിൾ ക്രോഷേ കൊടുക്കണം.
നെക്സ്റ്റ് 2 ചെയിൻ വിട്ടിട്ട് ഒരു ഡബിൾ ക്രോഷേ കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് 2 ചെയിൻ വിട്ടിട്ട് 5 ഡബിൾ ക്രോഷേ കൊടുക്കണം. അല്ല, ഒരു സിംഗിൾ ക്രോഷേ ആണ്, സോറി മാറിപ്പോയി. ഇനി 2 ചെയിൻ വിട്ടിട്ട് 5 ഡബിൾ ക്രോഷേ കൊടുക്കണം. ഈ ഒരു പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യാണ് വേണ്ടത്. ഒരു ഡബിൾ ക്രോഷേ, പിന്നെ 2 ചെയിൻ വിട്ടിട്ട് 5 ഒരു സിംഗിൾ ക്രോഷേ, പിന്നെ 2 ചെയിൻ വിട്ടിട്ട് 5 ഡബിൾ ക്രോഷേ, പിന്നെയും 2 ചെയിൻ വിട്ടിട്ട് ഒരു സിംഗിൾ ക്രോഷേ, പിന്നെ 5 ഡബിൾ ക്രോഷേ, അങ്ങനെ 2 ചെയിൻ വിട്ടിട്ട് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ ഷെൽ സ്റ്റിച്ചിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഓക്കെ, ലാസ്റ്റ് ചെയിനിലെത്തുമ്പോഴേക്ക് നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ ഒരു സിംഗിൾ ക്രോഷേ കൊടുക്കുക. സിംഗിൾ ക്രോഷേ കൊടുത്തിട്ട് അവിടെ കുറച്ച് 3 ചെയിൻ ഉണ്ടാക്കണം. എന്നിട്ട് 3 ചെയിൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആ ചെയിൻ ചെയ്ത ആ ഒരു ഹോളിനകത്ത് ഡബിൾ ക്രോഷേ ആണ് കൊടുക്കേണ്ടത്. 3 ഡബിൾ ക്രോഷേ കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ 3 ഡബിൾ ക്രോഷേ കൊടുത്തിട്ട് പിന്നെയും ഇതേ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യേണ്ടത്. 3 ഡബിൾ ക്രോഷേ കൊടുക്കുക ഹോളിനകത്ത്. പിന്നെ 2 ചെയിൻ വിട്ടിട്ട് 3ാമത്തെ ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ കൊടുക്കണം. പിന്നെ 2 ചെയിൻ വിട്ടിട്ട് നെക്സ്റ്റ് ചെയിനകത്ത് 3ാമത്തെ ചെയിനകത്ത് 5 ഡബിൾ ക്രോഷേ കൊടുക്കണം. അത് കഴിഞ്ഞ് 2 സ്റ്റിച്ച് വിട്ടിട്ട് 3ാമത്തെ ചെയിനകത്തൂടെ ഒരു സിംഗിൾ ക്രോഷേ, സെയിം പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ആദ്യത്തെ റോയിൽ വരുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് ഇനിയും നമുക്ക് റോസ് ഉണ്ടാക്കേണ്ടത്.
തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് എത്തുമ്പോഴേക്ക് കൃത്യം 2 ചെയിൻ 3 ചെയിൻ ഉണ്ടാകും. 2 ചെയിൻ വിട്ടിട്ട് ലാസ്റ്റത്തെ ചെയിനിൽ നമുക്ക് സിംഗിൾ ക്രോഷേ കൊടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ ബ്ലൂ യൂസ് ചെയ്തു, പിങ്ക് മതിയാക്കിയത്. നോട്ട് ചെയ്യുന്നില്ല, പകരം സിംഗിൾ ക്രോഷേ എന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് ബ്ലൂ വെച്ചിട്ടാണ്. ബ്ലൂ വെച്ചിട്ട് തന്നെ പിന്നെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. 3 ചെയിൻ കൊടുത്തിട്ട് പഴയ സ്റ്റെപ്സ് എല്ലാം കണ്ടിന്യൂ ചെയ്യണം. നോട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഒരു ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് സെക്യൂറായിട്ട് നിന്നോളും. നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് റോയിലും ചെയ്ത പോലെ തന്നെ അതേ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളത്ര കളേഴ്സ് ആഡ് ചെയ്തിട്ട് ഷെൽ സ്റ്റിച്ച് ഉണ്ടാക്കിയെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഷെൽ സ്റ്റിച്ച്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഷെൽ സ്റ്റിച്ചിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഷെൽ സ്റ്റിച്ച്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും ഒരു വീഡിയോയും വരുന്നത് വരെ ബൈ.